ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിവസം കൂടി സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സ്വർഗീയ ആലോചനകളെക്കുറിച്ച് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തിലായിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈജിപ്റ്റ് ടു കാനാൻ, അല്ലെങ്കിൽ ഇസ്രയേൽ ജനം മിസ്രൈം ദേശത്ത് നിന്നും വാഗ്ദത്ത കനാൻ ദേശത്ത് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വേളയിലാണ്. അവരുടെ ജീവിതത്തിലും മോശയുടെ ജീവിതത്തിലും സംഭവിച്ച കാര്യങ്ങളെ പുറപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്രകാരത്തിൽ നമ്മൾ പല കാര്യങ്ങളും കഴിഞ്ഞ നാളുകളിൽ ചിന്തിക്കുവാനിടയായി തീർന്നു. ഇന്ന് നമുക്ക് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തെ ആസ്പദമാക്കി ചിന്തിക്കാം, അല്ലെങ്കിൽ പെസഹ പെരുന്നാളിനെ കുറിച്ച് ചിന്തിക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അത് യഹോവയുടെ പെസഹയാകുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തു കൂടി കടന്ന് മിസ്രൈം ദേശത്തെ മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവ ആകുന്നു. കണ്ണുകളെ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പെസഹ പെരുന്നാളിനെ കുറിച്ച് അടിയങ്ങൾ ചിന്തിക്കുമ്പോൾ സ്വർഗീയ കരം അടിയങ്ങളോട് കൂടെ ഇരിക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മശക്തിയാൽ അടിയങ്ങളെ നിറച്ച് നയിച്ചവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തന്നെ ആമേൻ. ഇവിടെ നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു കാര്യം, ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു അത് യഹോവയുടെ പെസഹ ആകുന്നു എന്ന്. ഇസ്രായേൽ ജനം മിസ്രൈം ദേശത്ത് നിന്നും വാഗ്ദത്ത കനാൻ ദേശത്ത് എത്തപ്പെട്ടതിന് ശേഷം ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകുന്ന ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം ഇസ്രായേൽ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങളായിരിക്കുന്ന ദേശത്ത് യഹോവയുടെ പെസഹ ആചരിക്കണം. കാരണം സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈം ദേശത്ത് നിന്നും വെടിവെച്ചു കൊണ്ടുവന്ന ദിവസത്തിൻ്റെ ഓർമ്മ പെരുന്നാളാണ് ഈ പെസഹ ദിനം. അതുകൊണ്ട് നിങ്ങൾ എല്ലാ വർഷവും 1-ാം മാസം 15-ാം തീയതി, അബീബ് മാസം 15-ാം തീയതി ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ പെസഹ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അതോടൊപ്പം ദൈവം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് 7 ഉത്സവങ്ങളെ നൽകിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം. നമ്മൾ വ്യക്തമായി പഠിച്ചാൽ 6 ഉത്സവങ്ങളാണ്. എന്നാൽ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ഉത്സവങ്ങൾ സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു ഉത്സവത്തിൻ്റെ ഭാഗമാണ് മറ്റൊരു ഉത്സവം. അതുകൊണ്ട് തന്നെ 6 എന്ന് നമുക്ക് പൊതുവെ പറയുവാൻ സാധിക്കും. എന്നാലും 7 ഉത്സവങ്ങൾ സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതിൽ 3 ഉത്സവങ്ങളിൽ ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും 3 ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത്, പെസഹ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, കൂടാരപ്പെരുന്നാൾ, ഈ 3 ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനം ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പുരുഷന്മാരെല്ലാം യെരുശലേമിൽ കടന്നു വരണം എന്നുള്ള നിയമം സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിലൊരു ഉത്സവമായിരുന്നു പെസഹ പെരുന്നാൾ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രജകളൊക്കെയും ഈ പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് യെരുശലേമിലേക്ക് കടന്നു വരികയും അതിൻ്റെ റിച്വൽസ് അല്ലെങ്കിൽ
അവിടെ ദൈവം നൽകിയിരുന്നതായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അബീബ് മാസം 15-ാം തീയതി ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാരെല്ലാം ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അവർ ആ സമയത്ത് യെരുശലേമിൽ എത്തിച്ചേരുകയും യെരുശലേം ദേവാലയത്തിൽ മതപരമായിട്ടുള്ള ആചാരങ്ങൾ നടത്തുകയും ചെയ്യുമായിരുന്നു. ഇവിടെ ദൈവം മോശയോട് കൽപ്പിക്കുന്നു, അത് എനിക്കുള്ള പെസഹ, അത് യഹോവയുടെ പെസഹ എന്ന സ്വർഗത്തിലെ ദൈവം ഇവിടെ മോശയോട് കൽപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ദൈവം മോശയോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അന്ന് സംഹാരകൻ കടന്നു പോകുമ്പോൾ മിസ്രയീം ദേശത്തുള്ള ആദ്യജാതന്മാർ, അത് രാജാവിൻ്റെ ആയാലും ദാസിയുടേതായാലും മൃഗങ്ങളുടേതായാലും ആദ്യജാതന്മാരെല്ലാം മരിച്ചു വീഴും എന്ന് ദൈവം കൽപ്പിക്കുന്നു സംഹാരകൻ കടന്നു പോകുമ്പോൾ. ഇതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, സ്വർഗത്തിലെ ദൈവം മോശയോട് പറയുന്നു, ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുന്നതിന് വേണ്ടി നീ ഫറവോൻ്റെ മുന്നിൽ നിന്ന് സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി അവരെ വിട്ടു നൽകണം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പോയി സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കട്ടെ എന്ന്. ആ സമയത്ത് ഫറവോൻ മോശയോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മോശയോട് പറയുകയാണ്, ഇസ്രായേൽ ജനങ്ങൾ മടിയന്മാരാകുന്നു, അവർ ജോലി മെനക്കെടുത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിന്നും പോകുവാൻ ആഗ്രഹിക്കുന്നത്. അവർ മടിയന്മാരായതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കണം, യഹോവയെ ആരാധിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നത്. മോശ ജനങ്ങളുടെ ജോലി മിനക്കെടുത്തുന്നു എന്നാണ് ഫറവോൻ പറഞ്ഞത്. ഇന്നും നാം ചിന്തിക്കുമ്പോൾ ഈ അന്ത്യനാളുകളിൽ ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ ജനം, ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് വേർതിരിച്ച് ദൈവം സ്വസ്ഥത ആചരിച്ച, ദൈവം വിശ്രമിച്ച 7-ാം ദിനത്തിൽ സാബത്ത് ഓഫ് ചോദിക്കുകയാണ് എങ്കിൽ ലോകം ഇന്ന് നമ്മളോട് പറയും, നിങ്ങൾ മടിയന്മാരാകുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ ശബത്തിൽ ഓഫ് ചോദിക്കുന്നത്, നിങ്ങൾ അവധി ചോദിക്കുന്നത്, നിങ്ങൾ യഹോവയെ ആരാധിക്കുന്നതിന് പകരം, ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ജോലി ചെയ്യുവിനെന്ന് ഈ ലോകവും ഇന്ന് നമ്മളോട് പറയാം. ഇവിടെ മോശ ഫറവോൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ജോലി മെനക്കെടുത്തുന്നതിന് വേണ്ടി നീ വന്നിരിക്കുന്നു, അവർ ജോലി ചെയ്യട്ടെ, അവർ യഹോവയെ ആരാധിക്കുവാൻ മരുഭൂമിയിൽ പോകണ്ട എന്ന് ഇവിടെ മോശയോട് ഫറവോൻ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അതിനുശേഷം ദൈവം ഫറവോനോട്, അല്ലെങ്കിൽ ഫറവോനെ കുറിച്ച് മോശയോട് പറയുന്നത്, സ്വർഗത്തിലെ ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി വച്ചിരിക്കുന്നു. കാരണം യഹോവ ആര് എന്ന് ചോദിച്ചതായിട്ടുള്ള രാജാവ്, ദൈവത്തിൻ്റെ ജനത്തെ അറിയാത്ത, ജോസഫിനെ അറിയാത്ത, ജോസഫിലൂടെ ക്ഷാമത്തിൻ്റെ സമയത്ത് മിസ്രയീം ദേശത്തെ പോറ്റി പുലർത്തിയ ദൈവത്തെ അറിയാത്ത ആ ഫറവോൻ ഇവിടെ ചോദിക്കുന്നു, യഹോവയെ ഭയപ്പെടേണ്ടതിന് യഹോവ ആര് എന്ന്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വലിയൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ജനത്തെ മറന്നു കളയുന്ന ഭരണാധികാരികൾ ദൈവത്തെ ചോദ്യം ചെയ്യാം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ടിട്ട്, ദൈവത്തിൻ്റെ അതിശയിപ്പിക്കുന്ന വഴികളെ കണ്ടിട്ട് അത് മനസ്സിലാക്കാതെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഭരണാധികാരികൾ തീർച്ചയായും ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ ഫറവോനും അത് ചെയ്യുന്നു. ദൈവം പറയുന്നു, ഫറവോൻ്റെ ഹൃദയം ദൈവം കഠിനമാക്കി വച്ചിരിക്കുന്നു എന്ന്. അതിനുശേഷം ഫറവോനെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മിസ്രയീം ദേശത്തിലെ ജനങ്ങളും ഫറവോനും ആരാധിച്ചു പോന്നിരുന്നതായിട്ടുള്ള ദൈവങ്ങളൊന്നുമല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പല ജീവികളുടെയും പല ദൈവത്തിൻ്റെ സൃഷ്ടികളുടെയും രൂപത്തിൽ അവർ ആരാധിച്ചു പോന്നിരുന്നതായിട്ടുള്ള കേവല സൃഷ്ടികൾ മാത്രമാണ് അവയെന്ന് കാണിക്കുന്നതിന് വേണ്ടി, അത് അധികമായിട്ട് നമ്മൾ മുന്നോട്ട് അതിനെ ആചരിച്ചു പോന്നാൽ അത് മനുഷ്യന് തലവേദനയാകും, അല്ലെങ്കിൽ അത് മനുഷ്യന് നൽകുന്നത് വലിയ പീഡകളാണ്, അല്ലെങ്കിൽ അത് മനുഷ്യന് നൽകുന്നത് അസ്വസ്ഥതയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇവിടെ മോശയിലൂടെ 10 അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, ഈ അത്ഭുതങ്ങളാണ് 10 ബാധകളെന്ന് കാണുവാൻ സാധിക്കാം. അങ്ങനെ 9 ബാധകളും മിസ്രയീം ദേശത്ത് ആഞ്ഞടിക്കുന്നു. ഓരോ ബാധകളും കഠിനമാകുമ്പോൾ
ഫറവോൻ നിലവിളിക്കും, ദൈവത്തോട് പറയും, അയ്യോ മോശയെ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ആ ബാധകളെ ഒഴിച്ചു തന്നാലും ഇനി ഞാൻ മനം തിരിഞ്ഞു കൊള്ളാമെന്ന് ഫറവോൻ അവിടെ ഏറ്റുപറയും. എന്നാൽ ബാധകൾ കടന്നു പോകുമ്പോൾ ഫറവോൻ്റെ സ്വഭാവം മാറും, പഴയതുപോലെ തന്നെ ഫറവോനായിത്തീരാം. അങ്ങനെ 9 ബാധകളുടെ സമയത്തും ഇത് സംഭവിച്ചോ. 10ാമത്തെ ബാധ സംഹാരകൻ കടന്നു പോകുന്ന വേളയിൽ സ്വർഗത്തിലെ ദൈവം മോശയോട് ചിലത് കൽപ്പിക്കുന്നു. ദൈവം മോശയോട് പറയുന്നു, നീ ഒരു കുഞ്ഞാടിനെ എടുത്ത് അറുക്കണം, അതിൻ്റെ രക്തം കുറുമ്പടി മേലും കട്ടളമേലും തളിക്കണം. കാരണം ഈ രക്തം കാണുമ്പോൾ സംഹാരകൻ ആ ഭവനം ഒഴിഞ്ഞു പോകും. അത് മിസ്രൈമ്യരുടെ അല്ല, ഇസ്രയേൽ ജനങ്ങളുടെ ഭവനമാണ് എന്നവർ മനസ്സിലാക്കാം. അവരുടെ ഭവനങ്ങളിൽ ഒരു ആദ്യജാതനും മരിക്കുകയില്ല. അതിനുശേഷം ആ കുഞ്ഞാടിൻ്റെ മാംസം നിങ്ങൾ കയ്പ് ചീരയോട് കൂടെ ഭക്ഷിക്കണം എന്ന സ്വർഗത്തിലെ ദൈവം മോശയോട് കൽപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അന്ത്യനാളുകളിൽ ജീവിച്ചിരിക്കുന്ന നമ്മോട് ഓരോരുത്തരോടും പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു കർത്താവ് യേശു ക്രിസ്തു തന്നെയെന്ന്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്ന പെസഹ കുഞ്ഞാടിൻ്റെ രക്തം ഭവനങ്ങളുടെ കട്ടളമേലും കുറുമ്പടിമേലും ഉള്ളതായിട്ടുള്ള ഭവനങ്ങളിൽ ആരും മരിച്ചിരുന്നില്ല, ആദ്യജാതന്മാരൊന്നും സംഹരിക്കപ്പെട്ടിരുന്നില്ല എന്ന ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്ന അപ്രകാരത്തിൽ അന്ത്യനാളുകളിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ടപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിത്യജീവൻ പ്രാപിച്ച് രക്ഷിക്കപ്പെടും എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. അങ്ങനെ ഫറവോൻ്റെ ആദ്യജാതന്മാർ മരിക്കുന്നതായിട്ടുള്ള വേളയിൽ, കൊല്ലപ്പെടുന്നതായിട്ടുള്ള വേളയിൽ ദൈവത്തിൻ്റെ ആദ്യജാതന്മാർ, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിലെ ആദ്യജാതന്മാർ രക്ഷ പ്രാപിക്കണമെങ്കിൽ ആ രക്തം ക്രിസ്തുവിൻ്റെ ശരീരത്തെ പ്രദാനം ചെയ്യുന്ന, ക്രിസ്തുവിൻ്റെ രക്തത്തെ പ്രദാനം ചെയ്യുന്ന കുഞ്ഞാടിൻ്റെ രക്തം കുറുമ്പടിമേലിരിക്കുകയും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പ്രദാനം ചെയ്യുന്ന കുഞ്ഞാടിൻ്റെ മാംസം കയ്പുചീരയോടുകൂടെ അവർ ഭക്ഷിക്കുകയും വേണം എന്ന ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം, ദൈവം മോശയോട് കൽപ്പിച്ചത് പ്രകാരം അവിടെ ഇസ്രായേൽ ജനം പെസഹ കുഞ്ഞാടിനെ അറുക്കുകയും അതിൻ്റെ രക്തം കട്ടളമേലും കുറുമ്പടിമേലും തളിക്കുകയും ചെയ്തതിന് ശേഷം അവർ തിടുക്കത്തോടെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടു പോന്നു എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ ഇസ്രായേൽ ജനം മിസ്രൈം ദേശത്തു നിന്നും പുറപ്പെട്ടു പോകുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓരോ വർഷത്തിലും അബീബ് മാസം 15-ാം തീയതി, ആദ്യത്തെ മാസം 15-ാം തീയതി ഇസ്രായേൽ ജനം പെസഹ ആചരിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതേ പെസഹ കർത്താവ് യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്നതായിട്ടുള്ള വേളയിലാണ് ഇതേ പെസഹ ആചരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ തിരുവചനം അത് വെളിപ്പെടുത്തുന്നു. കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് AD 31 പെസഹ പെരുന്നാളിൽ കർത്താവ് യേശു ക്രിസ്തു ക്രിസ്തുവിനെ കേട്ടതായിട്ടുള്ള ജനങ്ങളോട് പറയുന്നു, ഞാൻ വാഞ്ഛയോടെ കാത്തിരുന്നു ഈ പെസഹ ആചരിക്കുന്നതിന് വേണ്ടിയെന്ന്. കാരണം ആ സമയം മുതൽ ഇസ്രയേലിൻ്റെ സ്വാതന്ത്ര്യത്തിന് അടയാളമായിരിക്കുന്ന, ഇസ്രയേലിൻ്റെ സ്വാതന്ത്ര്യത്തിന് പ്രതീകമായിരിക്കുന്ന പെസഹ പെരുന്നാൾ ഓരോ വർഷത്തിലും ഇസ്രയേൽ ജനം ആചരിക്കുമ്പോൾ അവർ ഓർത്തിരുന്നു, മിസ്രൈം ദേശത്ത് അവർ എപ്രകാരമായിരുന്നുവെന്നും അവിടുത്തെ അവരുടെ അടിമ ജീവിതം എത്ര കഠിനമായിരുന്നുവെന്നും അവിടെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ, പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ മറ്റുള്ളവരുടെ സംഹാരകനെ, മിസ്രൈം ദേശത്തിലെ സംഹാരകൻ അല്ലെങ്കിൽ മിസ്രൈം ദേശത്തിലെ ആദ്യജാതന്മാരൊക്കെയും സംഹാരകൻ നശിപ്പിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇസ്രായേൽ ജനങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്നത് എന്ന് അന്ന് രാത്രിയിൽ വലിയ നിലവിളി ഉണ്ടായി എന്ന് കാണുവാൻ സാധിക്കാം. മിസ്രൈമിലെ ഓരോ ആദ്യജാതന്മാരും, അത് രാജാവിനുള്ളതായാലും ദാസിക്കുള്ളതായാലും മൃഗങ്ങൾക്കുള്ളതായാലും, മരിച്ചു വീഴുമ്പോൾ ഇസ്രായേൽ ജനം സന്തോഷത്തോടുകൂടി വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു എന്ന് കാണുവാൻ സാധിക്കും. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്
AD 31 നടന്ന പെസഹ പെരുന്നാളിൽ കർത്താവ് യേശുക്രിസ്തുവും പങ്കുകൊണ്ടു. ആ പെസഹ പെരുന്നാളിനെ കർത്താവ് യേശുക്രിസ്തു മറ്റൊരു മഹനീയ ശുശ്രൂഷയാക്കി മാറ്റി. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാനിത് ഭക്ഷിക്കുവാൻ വാഞ്ചയോടെ കാത്തിരുന്നു. മറ്റ് ഒരു ഉത്സവത്തെക്കുറിച്ചും ക്രിസ്തു അത് പറഞ്ഞില്ല. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ 31.5 വർഷക്കാലം ഈ ഭൂമിയിലായിരുന്നപ്പോൾ മറ്റനേകം പെസഹ പെരുന്നാളുകൾ നടന്നിട്ടുണ്ട്. അവിടെ ഒന്നും ക്രിസ്തു അത് പറഞ്ഞില്ല. എന്നാൽ AD 31 പെസഹ പെരുന്നാളിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഞാനിത് നിങ്ങളോട് കൂടെ ഭക്ഷിക്കുന്നതിന് വാഞ്ചയോടെ കാത്തിരുന്നു എന്ന്. അങ്ങനെ കർത്താവ് യേശുക്രിസ്തു വാഞ്ചയോടെ കാത്തിരുന്ന പെസഹ ദിനത്തിൽ 2 ശിഷ്യന്മാരെ ഒരുക്കി മർക്കോസിൻ്റെ മാളികയിൽ കർത്താവ് യേശുക്രിസ്തു പെസഹയ്ക്ക് വേണ്ടുന്നത് ഒരുക്കി. അതിനുശേഷം കർത്താവ് യേശുക്രിസ്തു ആ മാളികയിലിരിക്കുമ്പോൾ, വിരിച്ചൊരുക്കിയ വൻമാളികയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർക്കിടയിൽ വലിയ ഒരു സംസാരം, വലിയ ഒരു മത്സരം, നമുക്കിടയിൽ ആരാണ് വലിയവനെന്നുള്ളത്. എന്നാൽ സകലത്തിൻ്റെയും സൃഷ്ടികർത്താവായിരിക്കുന്ന ഈ 12 ശിഷ്യന്മാരുടെയും ഗുരുനാഥനായിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തു തോർത്തെടുത്ത് അരയ്ക്ക് ചുറ്റി വെള്ളമെടുത്തുകൊണ്ട് വന്ന ശിഷ്യന്മാരുടെ ഓരോരുത്തരുടെയും പാദങ്ങൾ കഴുകുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ശ്രേഷ്ഠ ഗുരുനാഥൻ ഇവിടെ കാണിച്ചു കൊടുക്കുന്ന വലിയ മാതൃക, സ്വന്തം ശിഷ്യന്മാരുടെ പോലും കാല് കഴുകുന്ന, അത്രത്തോളം എളിമ ധരിച്ച് വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ചു വന്ന ക്രിസ്തു ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്താണ് ദൈവിക സ്നേഹം, എന്താണ് താഴ്മയുടെ അനുഭവമെന്ന്. അതിനുശേഷം ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന കർത്താവ് യേശുക്രിസ്തു യൂദയോടൊപ്പം കൈ താലന്തിൽ മുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. അവിടെ യൂദ തള്ളിക്കളയുന്ന, ഒറ്റിക്കൊടുക്കുന്ന യൂദയെപ്പോലും, തള്ളിപ്പറയുന്ന പത്രോസിനെ പോലും സ്നേഹിക്കുന്ന കർത്താവ് യേശുക്രിസ്തു. ലോകത്തെ അത്രയധികം സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ ശത്രുവിനെ സ്നേഹിച്ച് ഈ ലോകത്തിന് മാതൃക കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. ആ ക്രിസ്തു പറഞ്ഞതൊന്നും വൃഥാവായിരുന്നില്ല. ആ ക്രിസ്തുവിൻ്റെ സംസാരം മാത്രമല്ലായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതം. ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് അടയാളമായിട്ട് രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്ത് അറിയിക്കപ്പെടണമെന്ന് പറയുമ്പോൾ അത് സാക്ഷ്യമായി അറിയിക്കപ്പെടണമെന്ന് ക്രിസ്തു പറഞ്ഞതാ. കാരണം ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതം. ആ ജീവിതമായിരുന്നു ക്രിസ്തുവിൻ്റെ പ്രസംഗമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. ക്രിസ്തു മലമുകളിൽ പ്രസംഗിച്ചതായിട്ടുള്ള കാര്യം, ഗിരിപ്രഭാഷണത്തിൽ നൽകിയതായിട്ടുള്ള ദൂതുകളൊക്കെയും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ളതായിരുന്നു. അതുപോലെ ആയിരിക്കണം നാമും രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്ത് അറിയിക്കുവാൻ. ഇവിടെ ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് മോശയുടെ സമയത്ത് ആരംഭിച്ച പെസഹ പെരുന്നാളിനെ, ഓർമ്മ പെരുന്നാളിനെ, സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്സവത്തെ, മിസ്രൈം ദേശത്തു നിന്നുള്ള വിടുതലിൻ്റെ ആഘോഷത്തെ ഇവിടെ ക്രിസ്തു മറ്റൊരു ശുശ്രൂഷയാക്കി മാറ്റുന്നു, തിരുവത്താഴ ശുശ്രൂഷ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ പ്രദാനം ചെയ്യുന്നതാണ് സ്നാന ശുശ്രൂഷയെ പോലെ തന്നെ തിരുവത്താഴ ശുശ്രൂഷയുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. എന്നാൽ ഈ 2 കാര്യങ്ങളാണ് ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രദാനം ചെയ്യുന്ന സ്നാന ശുശ്രൂഷയെയും ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രദാനം ചെയ്യുന്ന തിരുവത്താഴ ശുശ്രൂഷയെയും കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മാതൃക കാണിച്ച് ഈ 2 ശുശ്രൂഷകളും ഏറ്റു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. ഇത് രണ്ടും ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രദാനം ചെയ്യുന്ന സ്നാന ശുശ്രൂഷ, ക്രിസ്തുവിനോടൊപ്പം കുഴിച്ചിടപ്പെട്ട് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ, ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തതുപോലെ നമ്മളും ക്രിസ്തുവിൽ മരിച്ച് അടക്കപ്പെട്ട് ക്രിസ്തുവിൽ ഉയർക്കുന്നതായിട്ടുള്ള ശുശ്രൂഷയാണ് സ്നാന ശുശ്രൂഷ. അതുപോലെ തന്നെ തിരുവത്താഴ ശുശ്രൂഷയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ പ്രദാനം ചെയ്യുന്ന ആ ക്രിസ്തു പറയുന്നു, ക്രിസ്തുവിൻ്റെ ശരീരത്തെ പ്രദാനം ചെയ്യുന്ന, ക്രിസ്തുവിൻ്റെ രക്തത്തെ പ്രദാനം ചെയ്യുന്ന,
മുന്തിരിവള്ളിയുടെയും അപ്പത്തിൻ്റെയും അനുഭവത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലണം എന്നാണ്. അങ്ങനെ ക്രിസ്തു ആകുന്ന ക്രിസ്തുവിൻ്റെ രക്തത്തിന് നമ്മൾ ഓഹരിക്കാരായെങ്കിൽ, ക്രിസ്തുവിൻ്റെ മാംസത്തിന് നമ്മൾ ഓഹരിക്കാരായെങ്കിൽ, ക്രിസ്തുവിൻ്റെ ജീവന് നമ്മൾ ഓഹരിക്കാരായെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവനുള്ളൂ എന്ന് കർത്താവ് യേശു ക്രിസ്തു കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, ഈ ദിവസത്തിനായിട്ട് AD 31 പെസഹ പെരുന്നാളിനായിട്ട് കർത്താവ് യേശു ക്രിസ്തു വാഞ്ചയോടെ കാത്തിരിക്കുന്നു എന്ന്. ആ പെസഹ പെരുന്നാൾ ക്രൂശിൽ അവസാനിക്കുമ്പോൾ അതൊരു മറ്റൊരു മഹനീയ ശുശ്രൂഷയായിട്ട്, പാദ ശുശ്രൂഷയും തിരുവത്താഴ ശുശ്രൂഷയുമായിട്ട് അത് ബഹിർഗമിക്കുന്നു, അല്ലെങ്കിൽ അത് ആവിർഭവിക്കുന്നു. ആ ശുശ്രൂഷയിൽ തീർച്ചയായിട്ടും നമ്മൾ പങ്കുകൊള്ളണമെന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുന്നു. ഇവിടെ മോശയുടെ സമയത്ത് ഇസ്രായേൽ ജനം പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടളമേലും കുറുമ്പടിമേലും തളിച്ചിരുന്ന ഭവനത്തിന് മാത്രമേ രക്ഷ പ്രാപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട് കർത്താവ് യേശു ക്രിസ്തുവാണ്, ആ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്, ആ ക്രിസ്തുവിൻ്റെ രക്തത്താലും ക്രിസ്തുവിൻ്റെ ശരീരത്തിലാലുമാണ് നമുക്ക് നിത്യജീവനെന്ന് നാം വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവനുള്ളൂ എന്ന് കാണുവാൻ സാധിക്കും. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും പ്രവൃത്തിയുള്ള വിശ്വാസം ഉള്ളവരായിരിക്കണം. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ അത് നമുക്ക് മാതൃകയായി കാണിച്ചു തന്നു. ആ ക്രിസ്തു പിന്തുടർന്ന് വച്ചിരുന്ന, ക്രിസ്തു നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്ന ആ മാതൃക നമ്മൾ പിന്തുടരണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ തിരുവത്താഴ ശുശ്രൂഷയെ, പെസഹ ശുശ്രൂഷയെ തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് മാറ്റിയ കർത്താവ് യേശു ക്രിസ്തു നമ്മോട് പറയുന്നു, ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിനും രക്തത്തിനും നമ്മൾ ഓഹരിക്കാരായി തീരണം എന്ന്. അപ്രകാരം ഇന്നീ ദിവസത്തിൽ നമുക്ക് വലിയൊരു തീരുമാനമെടുക്കാം. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന പെസഹ പെരുന്നാളിൽ അറുക്കപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിന് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി, പിശാചിൻ്റെ അധീനതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയാണ് കാൽവരിയിൽ മരിച്ചത്. ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം, ആ ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന സ്വഭാവം നമുക്കും വെളിപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ ആ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരായി തീർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് നമ്മുടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൗത്യം കൃത്യമായി മനസ്സിലാക്കി നമുക്കും മുന്നോട്ട് ജീവിക്കാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായിരിക്കുന്ന ദൈവമേ, അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് പെസഹ പെരുന്നാളിനെ കുറിച്ച് ആധികാരികമായി പഠിക്കുവാനും അറുക്കപ്പെട്ട കുഞ്ഞാടിൽ നമുക്ക് നിത്യജീവനുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷയിൽ കൃത്യമായി പങ്കുചേർന്ന് മുന്നോട്ട് പോകുവാനും എൻ്റെ ദൈവം അടിയങ്ങളെ ഇടയാക്കി അനുഗ്രഹിക്കണം. അതിലൂടെ അടിയങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ പുതുക്കത്തിൻ്റെ ആത്മാവിനാൽ അടിയങ്ങളെ നയിക്കണമെന്ന് അടിയൻ കാൽവരിയിൽ മരിച്ചുയർത്ത് എന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.